ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നാഷണൽ ഹൈവേയുടെ വർക്ക് കുറ്റിപ്പുറം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കാണിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ കുറ്റിപ്പുറം, നിങ്ങളെ തമ്പലയിൽ കണ്ടപ്പോൾ തന്നെ കുറ്റിപ്പുറം പാലത്തിൻ്റെ വർക്ക്, അതായത് 949 മെയ് 8 മദ്രാസ്, അന്നത്തെ മദ്രാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ഭക്തവത്സലം തറക്കല്ലിട്ട്, അതായത് 953 നവംബർ 11 അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ഷൺമുഖദാസ് രാജേശ്വര സേതുപതി ഉദ്ഘാടനം ചെയ്ത പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത ഈ ഒരു കുറ്റിപ്പുറം പാലം, ഇന്നത്തെ പുതിയ നാഷണൽ ഹൈവേ വരുമ്പോൾ ഈ നാഷണൽ ഹൈവേയിൽ ഇതിന് സമാനമായിട്ട്, ഈ കുറ്റിപ്പുറം പാലത്തിന് സമാനമായിട്ട് മറ്റൊരു പാലം നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ നമ്മൾ ഈ ഒരു ഭാഗം ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ വർക്കുകൾ, അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്സുകളൊക്കെ നിങ്ങളെ നേരിൽ കാണിക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പൈലിംഗ് കഴിഞ്ഞിട്ട് കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള പൈലിംഗ് ലൈനറുകളുടെ നിർമ്മാണം, അതിൻ്റെ ഒരു ഇരുമ്പ് ഷീറ്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് ആ സ്പോട്ടിലാണ് ഈ ലൈനറുകൾ നിർമ്മിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രോസസ്സുകളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ വളച്ചെടുത്തിട്ട് വെൽഡ് ചെയ്തിട്ട് ചെറിയ ഏകദേശം 1.5 മീറ്ററിലാണ് ഈ ഒരു ലൈനർ ഇപ്പോൾ നിർമ്മിക്കുന്നത്. അത് പിന്നീട് കൂട്ടി യോജിപ്പിച്ച് വെൽഡ് ചെയ്തിട്ട് 8 മീറ്ററോളം നീളത്തിലാക്കിയിട്ട് പൈലിംഗ് ചെയ്ത കുഴികളിലേക്ക് ഇറക്കി വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഇതിന് പാലത്തിന് ആവശ്യമായിട്ടുള്ള ഫില്ലറുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഷീറ്റുകൾ. ഞാൻ ഇത്രത്തോളം കാണിക്കാൻ കാരണം, ഞാൻ പറഞ്ഞു മുമ്പത്തെ പഴയ വീഡിയോയിലൊക്കെ പറയാറുണ്ടായിരുന്നു, അതായത് ഈ കാണുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ പോയി നേരിൽ കണ്ടൊരു പ്രതീതി കിട്ടണമെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ വ്യക്തമായിട്ട് കാണിച്ചെങ്കിലേ പറ്റൂ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മാന്യ പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം വീഡിയോകളൊക്കെ ഞാനിതുവരെ ഷെയർ ചെയ്യാൻ പറയാറില്ല, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എസ്പെഷ്യലി ഈ ഒരു ഭാഗത്തുള്ള വിദേശികളായിട്ടുള്ള ആളുകൾ, പ്രവാസി മലയാളികളൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുപോലുള്ള പൈലിങ് വെൽഡ് ചെയ്ത് വെച്ചിട്ട്, ഇത് ചെറിയ പീസുകളാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഞാൻ കാണിക്കാം. ഇതുപോലെ ഓരോ പീസുകൾ വെൽഡ് ചെയ്തിട്ട് 8-8.5 മീറ്ററൊക്കെയാണ് അവർ പറഞ്ഞത്. ഇത് പിന്നെ ആ ഒരു കുഴിയിലേക്ക്, പൈലിംഗ് ചെയ്ത കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ട് പിന്നെ അത് റിമൂവ് ചെയ്യണില്ല കേട്ടോ. അതിൽ ആൾറെഡി ഫിറ്റിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് കമ്പി ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് ഫില്ലറുകൾ. ഇതൊന്നും ആരും കാണാത്തതായിട്ടല്ല ഞാൻ ഈ വിശദീകരിച്ച് പറഞ്ഞത്, എങ്കിലും ചിലരൊക്കെ കാണുമ്പോഴേ അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലെ വർക്കുകളാണ് നമ്മൾ കാണിക്കുന്നത്. KNR കൺസ്ട്രക്ഷൻ. അതായത് കേരളത്തിലെ തന്നെ രണ്ടാമത്തെ, പെരിയാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ നീളം കൂടിയ 209 കിലോമീറ്ററോളം, അതായത് തമിഴ്നാട് ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് പൊന്നാനി അഴിമുഖത്ത് അവസാനിക്കുന്ന ഈ ഒരു 209 കിലോമീറ്ററോളം നീളമുള്ള ഈ ഒരു ഭാരതപ്പുഴയ്ക്ക് കുറുകെയാണ് ഒരു പാലം നിർമ്മിക്കുന്നത്. അതായത് കുറ്റിപ്പുറം പഴയ പാലത്തിന് സമാനമായിട്ട് ഇന്ന് പുതിയ നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുമ്പോൾ സമാനമായിട്ട് മറ്റൊരു പാലം, അതായത് 6 വരിയിലാണ്
മല്ലൂർ ക്ഷേത്രം എന്ന് പറയുമ്പോൾ പിന്നെ അതായത് ശബരിമല തീർത്ഥാടന സമയത്ത് ശരണം വിളികളാൽ മുഖരിതമാവുന്ന ഒരു മല്ലൂർ ക്ഷേത്രം, അതിൻ്റെ ഭാഗങ്ങൾ ഒക്കെ ഈ ഒരു പുഴക്കരികിലാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഈ ഒരു പാലത്തിൻ്റെ പിന്നിലുണ്ട് കേട്ടോ. അത് നമുക്ക് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ പറയുന്നില്ല അതിനെക്കുറിച്ച്. നരബലി ഒക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു എടശ്ശേരി ഗോവിന്ദൻ നായർ ഒരു കവിതയൊക്കെ ഇറക്കാൻ ആസ്പദമായിട്ടുള്ള പാലാണ് നമ്മളെ ഈ കുറ്റിപ്പുറം പഴയ പാലം. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ പൈലിങ് കഴിഞ്ഞ് ഫില്ലറുകൾ നമ്മൾ പറഞ്ഞു 2 പാലമായിട്ടാണ് നിർമ്മിക്കുക. അപ്പോൾ അതിൻ്റെ പൈലിങ്ങൾ, അപ്പോൾ ഇവിടെ മുക്കരെ പുഴയാണല്ലോ, ഇനി വെള്ളങ്ങളൊക്കെ ആ ഒരു സ്ഥലത്തു നിന്നൊക്കെ വെള്ളം പമ്പ് ചെയ്ത് മാറ്റുന്ന പ്രവൃത്തികളാണ് നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ മാന്യപ്രേക്ഷകർ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ മാന്യപ്രേക്ഷകർ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇവർ കഴിയെങ്കിൽ വീഡിയോ ഒക്കെ മറ്റുള്ള ആളുകൾ, പ്രവാസികളൊക്കെ, പ്രത്യേകിച്ച് പ്രവാസികൾക്കുണ്ടായിട്ടുള്ള ആളുകളൊക്കെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മനോഹരമായിട്ടുള്ള 11 ആർച്ചുകളോട് കൂടിയിട്ടുള്ള ഈ ഒരു പാലം. നമ്മൾ ഈ ഒരു പുതിയ പാലം വന്നാലും ഈ ഒരു പുതിയ പാലത്തിലൂടെ ചിലപ്പോൾ ഇത് അടക്കപ്പെടില്ല, തുറന്ന്, അതായത് ഇതിലെ വാഹനങ്ങൾക്ക് ഓടാനുള്ള അനുമതി ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ മല്ലൂർ ക്ഷേത്രമാണ്. മല്ലൂർ ക്ഷേത്രം അതായത് നമുക്ക് ഇടത് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ എറണാകുളം ഭാഗത്തേക്ക്, അതുപോലെ തന്നെ നേരെ പൊന്നാനി ബൈപ്പാസ്. നമ്മളടുത്ത വീഡിയോ പൊന്നാനി ബൈപ്പാസാണ്, അപ്പോൾ അതും നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ ഇവിടെ വിജനമായി കിടക്കണം നോക്കണ്ട. നമ്മൾ പറഞ്ഞു ശബരിമല തീർത്ഥാടന സമയത്ത് ഒരുപാട് ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ ഒരു ഇടത്താവളമാണ് ഈ ഒരു സ്ഥലം. അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ. അതുപോലെ തന്നെ ജാതിമത ഭേദമന്യേ ഒരുപാട് ഭക്തജനങ്ങളെ സഹായിക്കാനുള്ള ഒരുപാട് ആളുകൾ. മനോഹരമായിട്ടുള്ള കുറ്റിപ്പുറം പാലം, ഭാരതപ്പുഴ ബ്രിഡ്ജ്, ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ നമുക്ക് വാട്ടർ ATM ഒക്കെ ഉണ്ട്. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണം. നമ്മൾ പറഞ്ഞു പൊന്നാനി തിരൂർ താലൂക്കുകളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഭാരതപ്പുഴ കേട്ടോ. ഒരു സൈഡിൽ പൊന്നാനി താലൂക്ക്, മറ്റു സൈഡിൽ തിരൂർ താലൂക്ക്. ആ 2 താലൂക്കുകളെ സെപ്പറേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഭണ്ഡാരം മല്ലൂർ ശിവക്ഷേത്രമാണ്, ശിവപാർവതി ക്ഷേത്രം, മിനി പമ്പ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ആദ്യമായി കാണുന്ന മാന്യ പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ലൈക്ക് ചെയ്യുക. ഓക്കെ.